അടുത്തത് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോഗ്രാഫിയുടെ കാര്യമാണ്. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ 1 വേർഡ് 2 വേർഡ് ക്വസ്റ്റ്യൻസിന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡെമോഗ്രാഫിയാണ്. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷന്റെ സൈസിൽ വരുന്ന ചേഞ്ചസ്, അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, പോപ്പുലേഷൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെമോഗ്രാഫിയിൽ വരുന്നത്. കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സെക്സ് റേഷ്യോ എന്നുള്ളതാണ്. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് ഉണ്ട്, അതാണ് സിംപ്ലി പറഞ്ഞ സെക്സ് റേഷ്യോ. സെക്സ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. അപ്പം ഈ ഒരു സെക്സ് കോമ്പോസിഷൻ, നമ്മുടെ പോപ്പുലേഷന്റെ സെക്സ് കോമ്പോസിഷനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും മോർട്ടാലിറ്റി കണ്ടീഷൻസ് ആണ്. എത്ര സ്ത്രീകൾ മരിക്കുന്നുണ്ട്, എത്ര പുരുഷന്മാർ മരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സെക്സ് സെലക്റ്റീവ് ആയിട്ടുള്ള മൈഗ്രേഷൻ. നമുക്കറിയാം ചില ഏരിയാസിൽ മെയിൽസിന്റെ മൈഗ്രേഷൻ കൂടുതലായിരിക്കും, ചില ഏരിയാസിൽ ഫീമെയിൽസിന്റെ മൈഗ്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ സെക്സ് സെലക്റ്റീവ് ആയിട്ടുള്ള മൈഗ്രേഷനും സെക്സ് കോമ്പോസിഷനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ് ബർത്ത് ടൈമിൽ സെക്സ് റേഷ്യോ എങ്ങനെയാണ്, ആൺകുഞ്ഞുങ്ങളാണോ പെൺകുഞ്ഞുങ്ങളാണോ കൂടുതൽ എന്നുള്ള സെക്സ് റേഷ്യോ, അതും ഇതിനെ ബാധിക്കുന്ന സെക്സ് കോമ്പോസിഷനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഇതാണ് സെക്സ് റേഷ്യോയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻസി റേഷ്യോ ആണ്. ഡിപ്പെൻഡൻസി റേഷ്യോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള ആൾക്കാരും 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ ആണ്. അതായത് ഈ രണ്ടു കൂട്ടരും ഇതിന് നടുക്കുള്ള 15 മുതൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഈ 15 മുതൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് 14 വയസ്സിന് താഴെയുള്ളവരും 65 വയസ്സിന് മുകളിലുള്ളവരും. അപ്പം ഈ ഒരു ഡിപ്പെൻഡന്റ് പോപ്പുലേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് നോൺ ഡിപ്പെൻഡന്റ് പോപ്പുലേഷനുമായിട്ട്. അതാണ് ഡിപ്പെൻഡൻസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം റേഷ്യോ ഓഫ് കമ്പൈൻഡ് ഏജ് ഗ്രൂപ്പ്സ് 0 to 14 years plus 65 years and above to the 15 to 65 years age group is referred to as the total dependency ratio. ഡിപ്പെൻഡന്റ് പോപ്പുലേഷനെ അൺഡിപ്പെൻഡന്റ് പോപ്പുലേഷനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഡിപ്പെൻഡൻസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ്. ഇപ്പം ഇന്ത്യൻ സെൻസസിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആൾക്കാർ ജീവിക്കുന്നു അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പോപ്പുലേഷൻ കോൺസെൻട്രേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡീസ് ആണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പോപ്പുലേഷൻ കോൺസെൻട്രേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫാമിലി സൈസിനെ കുറിച്ചാണ്. ഇപ്പൊ ഡെമോഗ്രാഫിയിൽ ഫാമിലി സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു വിമണിന് എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് ഫാമിലി സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് പോയിന്റ് ഇൻ ടൈം ഒരു വിമണിന് എത്ര കുട്ടികളുണ്ട്, അതാണ് നമ്മൾ ഫാമിലി സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കംപ്ലീറ്റഡ് ഫാമിലി സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉണ്ട്, അതായത് ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. അതെന്ന് പറയുന്നത് 15 മുതൽ 49 വയസ്സ് വരെയാണ്. ഈ ഒരു വയസ്സിനുള്ളിൽ ഒരു വിമണിന് എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് കംപ്ലീറ്റഡ് ഫാമിലി സൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫാമിലി സൈസും കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. എത്രമാത്രം ഡ്യൂറേഷൻ, മാരേജിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, ആ കപ്പിൾസിന്റെ എഡ്യൂക്കേഷൻ ലെവൽ എത്രയാണ്, മെയിൽ ചിൽഡ്രന് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ആൻഡ് ലിവിങ് ചിൽഡ്രൻ, എത്ര ലൈവ് ബർത്ത് നടന്നിട്ടുണ്ട്, അതിൽ ഇപ്പോൾ നിലവിൽ എത്ര കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫാമിലി സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പൊ ഫാമിലി സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ പോയിന്റ് ഇൻ ടൈമിൽ വിമണിന് എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളതാണ് ഫാമിലി സൈസ്. കംപ്ലീറ്റഡ് ഫാമിലി സൈസ് എന്ന് പറയുമ്പോൾ ആ ഒരു ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പ് 15 to 49 ഇയേഴ്സ്, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു വിമണിന് എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളതാണ് കംപ്ലീറ്റഡ് ഫാമിലി സൈസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലിറ്ററസി ആണ്. ലിറ്ററസി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും 7 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് ലിറ്ററസിയുടെ കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പം ഒരു ആള് ലിറ്ററേറ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ഹി ഓർ ഷീ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഇൻ എനി ലാംഗ്വേജ്, ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ എഴുതാനും വായിക്കാനും അറിയുമെങ്കിൽ അവരെയാണ് നമ്മൾ ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. അതേ ഈ ലിറ്ററസിയുടെ കാര്യം നമ്മൾ 7 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് നോക്കുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസിയുടെ കാര്യമാണ്. ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് അറ്റ് എ ഗിവൺ ഏജ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് വിച്ച് എ പേഴ്സൺ ഓഫ് ദാറ്റ് ഏജ് മേ എക്സ്പെക്ട് ടു ലീവ് അക്കോർഡിംഗ് ടു ദ മോർട്ടാലിറ്റി പാറ്റേൺ പ്രിവലന്റ് ഇൻ ദാറ്റ് കൺട്രി. ആ ഒരു രാജ്യത്തെ മോർട്ടാലിറ്റി പാറ്റേണിന്റെ പ്രിവലൻസ് അനുസരിച്ച് ഒരാള് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് ലൈഫ് എക്സ്പെക്ടൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൈഫ് എക്സ്പെക്ടൻസിയിൽ നമ്മൾ പറയുന്നത്.